മക്കളെ, ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിലെ ഉലുവക്കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി കുടിക്കുന്നത് ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണമായിട്ടുള്ളതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. 100 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. കുറച്ച് കഞ്ഞി ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് ഉലുവ എടുത്താൽ മതി കേട്ടോ. ഉലുവ കഴുകി കുതിർക്കാനിടണം. നവരരി 150 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. നവരരി നമുക്കൊന്ന് കഴുകി വെള്ളത്തിലിടാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സ്പൂൺ ആശാളി, ജീരകം, ചതൂപ്പ ചേർക്കണത് ശരീരത്തിൽ വല്ല നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറാനാണ് കേട്ടോ. ഉലുവ 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുതിർത്ത ഉലുവയും അരിയും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ അരിയൊക്കെ അടപ്പത്തിട്ട് വേവിക്കണ പോലെ നികക്ക വെള്ളമൊഴിച്ച് അടപ്പത്ത് വയ്ക്കാം. കുക്കറിൽ 7 വിസിൽ കേട്ടാൽ ഇത് വെന്ത് കിട്ടും. ഒരു നാളികേരം ചെരുകി പാല് പിഴിഞ്ഞെടുക്കണം. അതിന് നമുക്ക് നാളികേരം ഒന്ന് അടിച്ചെടുക്കാം. ചിരകിയ നാളികേരത്തിന്ന് ഒരു സ്പൂൺ നാളികേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചതൂപ്പയും ജീരകവും ആശാളിയും കഴുകിയെടുത്ത് നമുക്ക് ഈ ചെരുകിയ നാളികേരത്തിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഒരു 4 വിസിൽ കേൾക്കുമ്പോൾ നമ്മൾക്ക് അടപ്പത്തുനിന്ന് ഇറക്കി വെച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും അടപ്പത്ത് വെച്ച് ഒരു 3 വിസിലും കൂടി കേട്ട് കഴിഞ്ഞാൽ ഇറക്കിക്കാം. ഉലുവയും നവരരിയും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച ചതൂപ്പയും ജീരകവും ആശാളിയും നാളികേരമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നാളികേരം ഒന്നിട്ട് അരക്കരുത് കേട്ടോ. പാല് പിഴിയാൻ എടുത്തേക്കണേന്ന് ഒരു സ്പൂൺ നാളികേരം മാറ്റി വെച്ചിട്ടില്ലേ, അത് മാത്രം എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നാളികേരപ്പാല് ചേർത്ത് കൊടുക്കാം. ഇത് 5 ആൾക്ക് കഴിക്കാനുള്ള കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കണത്. മക്കളെ, തിളച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചൂടിൽ തന്നെ ഇരുന്ന് നെയ്യ് നല്ല പോലെ ഉരുകി വരും. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് 7 മണിയാകുമ്പോൾ ഈ കഞ്ഞി കുടിക്കണം കേട്ടോ മക്കളെ. ഉപ്പ് രസം വേണ്ടവർക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളട്ടെ മക്കളെ.